പുളിയിഞ്ചി സദ്യക്കൊക്കെ വിളമ്പുന്ന ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ തുണിയിൽ ഉണങ്ങാൻ വയ്ക്കുക. കൂടെ പച്ചമുളകും വയ്ക്കുക. ഒരു ഓറഞ്ച് സൈസ് പുളി ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കുക. ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. കൂടെ 2-3 തണ്ട് കരിവേപ്പില കഴുകി വെള്ളം കളയാനായിട്ട് ഇതുപോലെ തുണിയിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി നമുക്ക് വറുത്തെടുക്കാം. ഏകദേശം 4 കപ്പുണ്ട് ഇഞ്ചി. നന്നായിട്ട് ഇതുപോലെ മൂത്ത് വരുമ്പം അതിലുള്ള എണ്ണ വാർന്നെടുക്കാനായിട്ട് ഒരു അരിപ്പ ഇതുപോലെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. എണ്ണ നമുക്ക് ബാക്കി അച്ചാർ എടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇഞ്ചി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിലൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുവന്ന മുളകും ഇട്ട് താളിച്ച് പച്ചമുളകും കരിവേപ്പിലയും ഒച്ചയടങ്ങുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. കൂടെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കരച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം അരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇത് അരിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 5 കപ്പോളം ഉണ്ട്. ഈ സമയം കൊണ്ട് ഇഞ്ചി നന്നായിട്ട് തണുത്ത് കാണും. ഇതുപോലെ തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും ഏകദേശം 1 കപ്പ് ശർക്കരയും പൊടിച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ മിക്സി കഴുകാനായിട്ട് അതേ പുളിവെള്ളം തന്നെ എടുക്കണം, വേറെ വെള്ളം എടുക്കരുത്. ഇതുപോലെ എണ്ണ നന്നായിട്ടും തെളിഞ്ഞ് വരുമ്പം ചാറും നന്നായിട്ട് കുറുകി വരുമ്പം ഇഞ്ചിക്കറി റെഡിയാവും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷത്തോളം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ചെറിയ ചെറിയ കുപ്പികളാണെങ്കിൽ ആവശ്യാനുസരണം ഫ്രിഡ്ജിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം.